ജോലി ഗൾഫിലായിരുന്നു. അവിടൊക്കെ വന്നു കാശട്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് ഒരു വണ്ടി ഇടിച്ച് കാലിന് സുഖമില്ലാണ്ട് ഇവിടെ വന്ന് കിടന്നു. ഇപ്പൊ ലോട്ടറി കച്ചവടം ചെയ്തു. വീടാണെങ്കിൽ ഇപ്പൊ വിറ്റു. നമ്മുടെ പരിപാടി മാർഗമായിട്ട് ഇത് വിറ്റ് ഇങ്ങനെ നടക്കണം. ഭാര്യ ജോലിക്ക് പോണ്ട്. തിരിച്ചു വരാൻ കാരണം അപ്പഴേക്ക് അറബി പഠിച്ചു. നമ്മുടെ പിന്നെ വിസ കിട്ടിയില്ല. പിന്നെ അപ്പോഴും പോകുന്നു. പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ നിന്നു. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്ഥലക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഇതില് രക്ഷപ്പെട്ടു. എത്ര വയസ്സായി? 61 വയസ്സായി. 61 വയസ്സായി. എത്ര മക്കളുണ്ട്? ഒരു മോള് കല്യാണം കഴിച്ച് ബുധവാരം താമസിക്കും. ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഗൾഫിന്ന് എന്താ കാശുണ്ടാക്കിയില്ലേ ജോലിക്ക് പോയിട്ട്? കാശുണ്ടാക്കിയത് ഞങ്ങളുടെ 9 മക്കളാണ്. 9 മക്കൾക്ക് സ്ഥലം വിറ്റിട്ട് ആ കാശ് അവർക്ക് കൊടുത്തു. വീട് അച്ഛൻ പെരുക്കിപ്പോ മോളുടെ കല്യാണം കഴിച്ചിരുന്നു. ഒരാളെ കല്യാണം കഴിച്ചു. അതായത് എന്റെ ചേച്ചിയുടെ കല്യാണം കഴിച്ചിരുന്നു. ബാക്കിയുള്ള കല്യാണം നമ്മൾ നടത്തി കൊടുത്തു. ഗൾഫിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. ഇപ്പൊ ധാരാളം അതേപോലെ ഇപ്പൊ കാല് വീടു കേട്ട കാലിന് അതൊന്നും കാണിച്ചോളൂ. 1 ലക്ഷം രൂപ ഇപ്പൊ ചെലവ് ഒക്കെ. ഭാര്യ ഇപ്പൊ ജോലിക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പിയാണ്. ഹാപ്പി തോന്നുന്നു വെച്ചാൽ നടക്കില്ല. ഇപ്പൊ ഒരു ആവശ്യമില്ല. കല്യാണം എല്ലാവരും കഴിച്ച് മോള് ഒരു മോളല്ലോ കല്യാണം കഴിച്ചു. ഇപ്പൊ ഞാൻ ഒരു വാടക വീട് അന്വേഷിച്ച് കിടക്കുക. ചേട്ടാ സാധാരണ ഗൾഫിൽ നിന്ന് ആൾക്കാരൊന്നും ലോട്ടറി കച്ചവടത്തിന് പോവില്ല. അപ്പൊ ചേട്ടന് എന്താ വീട്ടുകാരുടെ കാര്യങ്ങളും ഇതൊക്കെ നോക്കി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ട് എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടം? ലാഭത്തിലാണോ? ഇപ്പൊ നഷ്ടത്തില്ല. നമുക്ക് ഇതിലൊരു ടിക്കറ്റ് വിറ്റ ഒരു 6 വെച്ച് കിട്ടും. ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ജീവിതം എന്താന്നുള്ളത് ഞാൻ പഠിച്ചുള്ളതാണ്. എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഞാൻ നല്ലൊരു നിലയിൽ വളർന്നില്ല. ഇപ്പൊ ഒരാളോട് ഒരു 50 രൂപ ചോദിച്ചാൽ 50 രൂപ തരും. ചിലപ്പോ ചായ വെച്ച് ഇപ്പൊ കണ്ടെങ്കിൽ ഒരാൾ ചായ മേടിച്ചു, വേറെ ആളിന് ചായ തിരിപ്പിടിച്ചു തരും. അത് പിറ്റേ ദിവസം അതിന്റെ തട്ടിയ പണി. ഇപ്പൊ ടിക്കറ്റ് വിറ്റ് കാശ് പിന്നെ നമ്മളിങ്ങനെ നടക്കുന്നത്. ഞാൻ ഇത് പറയുന്നില്ല. എനിക്ക് വിഷമം കൊണ്ടല്ല ഞാൻ പറയണ്ട. എന്റെ ജീവിതം എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചു.